ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ കറണ്ട് അഫെയർസിൽ കേരള PSC റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏത് രാജ്യമാണ്? ഉത്തര കൊറിയയാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം. എന്താണ് M-സേവനം? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗ സ്വിയാടെക്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യനാണ് ഇഗ സ്വിയാടെക്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവതാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെടുന്നു? ക്വാണ്ടം ഡോട്ട്സിനാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടകവർഷം എന്നാണ് 2024. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത്? അനുവാദിനി. എന്താണ് അനുവാദിനി? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അനുവാദിനി. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടതാരാണ്? അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. വിക്രം S എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, 2, 4 ശരിയായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് വിക്രം S. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഏതാണ്? വിക്രം S. നിങ്ങൾ ആരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിൽ കറണ്ട് അഫെയർസും PDF അപ്ഡേറ്റ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള മാത്സിൻ്റെ ആൻസർ കീ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് ടസർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ടസർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യമാണ് സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ. സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. എന്ത് പദ്ധതിയാണ്? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതു? വൈറസ്. കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? വൈറസ്. എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. ഏത് നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത്? മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് OR കേളു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75 നിന്ന് 80 ആക്കി വർദ്ധിപ്പിച്ചു. അത് തെറ്റാണ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. അത് ശരിയാണ്. KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? സ്വീപ്പ് എന്നത്
തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. അപ്പോൾ ശരിയുള്ളത് നമ്മൾ നോക്കി വെച്ചേക്കാം. തെറ്റായിട്ടുള്ളതാണ് അവർ ചോദിച്ചത് 1, 3 മാത്രം. ശരിയായിട്ടുള്ളതാണ് സ്വീപ്പ്. സ്വീപ്പ് എന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ പരിപാടിയാണ് സ്വീപ്പ്. അടുത്തെന്താണ്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചതാരാണ്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാക്ഷ്യം. സാക്ഷ്യം പഠിച്ചു, നമ്മൾ സ്വീപ്പ് പഠിച്ചു. സാക്ഷ്യം എന്താണ്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പേരിൽ, സാക്ഷ്യം എന്ന പേരിലാണ് മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് സാക്ഷ്യം എന്ന് ഓർത്തു വെച്ചേക്കുക. എന്തിനുള്ള ആപ്ലിക്കേഷൻ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചെയ്യാനൊക്കെയുള്ള ആപ്ലിക്കേഷനാണ് സാക്ഷ്യം. സ്വീപ്പാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷൻ്റെ പരിപാടിയാണ് സ്വീപ്പ്. സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടിയാണ് സ്വീപ്പ്. തൂത്തുവാരി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാൽ മതി. തൂത്ത് നമുക്ക് വോട്ട് നേടാമെന്ന് പറഞ്ഞാൽ മതി. അതായത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ട് വോട്ട് ഫുള്ള് ചെയ്യിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ സ്വീപ്പ് എന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. LDC ബൈ ട്രാൻസ്ഫർ ചോദിച്ചിട്ടുള്ളതാണ്. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചന്ദ്രദൗത്യത്തിലെ സംഘാംഗം ഏതാണ്? വില്യം ആൻഡേഴ്സ്. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗം വില്യം ആൻഡേഴ്സ്. എക്സ്റേ ഉദ്യമത്തിനെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എന്താണ് എക്സ്പോസാറ്റ്? എക്സ്റേ ഉദ്യമത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. ഇതെല്ലാം റിപ്പീറ്റാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. എന്താണ് ചെങ്ങാതി? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. കേരളത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് സിരി ജഗൻ. കേരളത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് സിരി ജഗൻ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി ജയിച്ചത് ആറ്റിങ്ങലിൽ നിന്നും അടൂർ പ്രകാശാണ്. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി. എന്താണ് മിഷ്ടി? കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തി തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നതാരാണ്? മാർക്ക് റൗട്ടെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൗട്ടെ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായിക ആരാണ്? പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായികയാണ് പായൽ കപാഡിയ. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? മാൽവെയർ. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നതാണ്? മാൽവെയർ. ഏത് കമ്പനിയാണ് വാട്സൺ AI ആരംഭിച്ചത്? IBM. ഏത് കമ്പനിയാണ് വാട്സൺ AI ആരംഭിച്ചത്? IBM. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്ര രൂപയാണ്? 333. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്രയാണ്? 333. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയത്. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ലഭിച്ചവർ ആർക്കൊക്കെയാണ്?
പിയറി അഗോസ്റ്റിനി, ഫെറൽ ക്രൗസ് ആൻഡ് ലുലിയർ. ഇതിൽ ആർക്കാണ് ലഭിക്കാത്തത്? ക്ലോഡിയ ഗോൾഡിൻ. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? സമ്പർക്കകാന്തി, മുഴക്കം എന്നിവയ്ക്കാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതൊക്കെയാണ് സമ്പർക്കകാന്തി, മുഴക്കം. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. എന്താണ് താലോലം? മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്? ലോസ് ഏഞ്ചൽസ്. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്? ലോസ് ഏഞ്ചൽസ്. നിപ്പ വൈറസ് ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? വൈറസ്. നിപ്പ വൈറസ് ഉണ്ടാക്കുന്ന ആരാണ്? വൈറസ്. 2020 നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണുവാണ് വൈറസ്. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണുവാണ് വൈറസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് കെ ജെ യേശുദാസ് ആണ് ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് കെ ജെ യേശുദാസ്. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 18ാമത്തെ തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരി. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. മില്ലറ്റ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. എല്ലാം ശരിയെന്നുള്ളതാണ് ഉത്തരം. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. 1, 2, 3 ശരിയെന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. 2023 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 78ാമത് സെക്ഷന്റെ പ്രധാന തീം എന്താണ്? വിശ്വാസം പുനർനിർമ്മിക്കുകയും ആഗോള ഐക്യദാർഢ്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക. 2023 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 78ാമത് സെക്ഷന്റെ പ്രധാന തീം എന്താണ്? വിശ്വാസം പുനർനിർമ്മിക്കുകയും ആഗോള ഐക്യദാർഢ്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക. ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന് കീഴിലുള്ള വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് നീതി ആയോഗ്. ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന് കീഴിലുള്ള വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചതാരാണ്? നീതി ആയോഗ്. സാക്ഷം ആപ്പിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? സാക്ഷം ആപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി വെച്ചോളൂ. തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ ആക്സസ് ചെയ്യുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ആക്കുന്നതാണ് സാക്ഷം ആപ്പ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ PWD വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. സാക്ഷം ആപ്പ് നോക്കി വെച്ചേക്കുക. ഈ സേവനം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഈ സേവനം എല്ലാ സർക്കാർ വകുപ്പുകൾക്കുമായി ഒരു കേന്ദ്രീകൃത ഓൺലൈൻ സേവന പോർട്ടലാണ് ഈ സേവനം. കേരള സ്റ്റേറ്റ് IT മിഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സേവനം. അതിൻ്റെ മൊബൈൽ പതിപ്പാണ് M-സേവനം എന്നറിയപ്പെടുന്നു. M-സേവനം എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇത് മലയാളം പ്രവർത്തനക്ഷമമാണ്. അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം. അപ്പം ഈ സേവനം സംബന്ധിച്ച് താഴെ പറയുന്നത് ഏതാണ് ശരി? എല്ലാ സർക്കാർ വകുപ്പുകൾക്കുമായി ഒരു കേന്ദ്രീകൃത ഓൺലൈൻ സേവന പോർട്ടലാണ് ഈ സേവനം. കേരള സ്റ്റേറ്റ് IT മിഷന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ സേവനം.
അതിൻ്റെ മൊബൈൽ പതിപ്പ് M7 എന്നറിയപ്പെടുന്നു. ഇത് മലയാളം പ്രവർത്തനക്ഷമമാണ്. നവജീവൻ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നവജീവൻ പദ്ധതി കേരളത്തിലെ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കിയതാണ്. നവജീവൻ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ജോലി ലഭിക്കാത്ത 50 മുതൽ 65 വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്ക് ഉപജീവന മാർഗം നൽകുന്നതാണ് നവജീവൻ പദ്ധതി. സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പകളും നൽകുന്നു. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. 2023 ഫിസിയോളജി മെഡിസിൻ നൊബേൽ സമ്മാനം ലഭിച്ചത് COVID-19 ഫലപ്രദമായ mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. നമുക്ക് 2024 ലാസ്റ്റ് ചോദിച്ച എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത്. 2023 കാര്യമൊക്കെ കണ്ടോ, ഡേറ്റ് പറയാം. 2024 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള എക്സാമിനാണ് 2023 തീമും കാര്യങ്ങളുമൊക്കെ ചോദിച്ചിരിക്കുന്നത്. 2023 നൊബേൽ പ്രൈസും എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടേ പോകാവുള്ളേ. 2023 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നൊബേൽ സമ്മാനം ലഭിച്ചത് COVID-19 ഫലപ്രദമായ mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. 2024 ഇന്ത്യയിൽ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഇനി അടുത്തത് ഹൈക്കോർട്ട് OAക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ഘട്ടങ്ങളിലായാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ നടത്തിയത്? 7 ഘട്ടങ്ങൾ. ഏത് സ്ഥാപനമാണ് സെപ്റ്റംബർ 15, 2024 പൊളാരിസ് ഡോൺ മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്? സ്പേസ് എക്സ് ആണ് പൊളാരിസ് ഡോൺ മിഷൻ സെപ്റ്റംബർ 15, 2024 പൂർത്തിയാക്കിയത്. ഡേറ്റ് നോക്കി വെച്ചോളൂ. 2024 അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡിൽ ഹോർട്ടിക്കൾച്ചറിലെ മികച്ച സ്ഥാനം എന്ന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. 2024 അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡിൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ മികച്ച സ്ഥാനം എന്ന പദവി ലഭിച്ച സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. മനു ഭാക്കറിനെ ബ്രാൻഡ് അംബാസിഡറാക്കി നിയമിച്ച മന്ത്രാലയമാണ് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 6. 2024 അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡിൽ ഹോർട്ടിക്കൾച്ചറിലെ മികച്ച സ്ഥാനം എന്ന പദവി ലഭിച്ച സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. മനു ഭാക്കറിനെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച മന്ത്രാലയം തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്ര? 6. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. അമേരിക്കൻ ഐക്യനാടുകളിലെ ഇപ്പോഴത്തെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്ര. അമേരിക്കൻ ഐക്യനാടുകളിലെ ഇപ്പോഴത്തെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? ഇതെല്ലാം PYQs ആണ്. ഒക്ടോബർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2023 ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. എന്താണ് ഓപ്പറേഷൻ അജയ്? 2023 ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള 2ാം ഷെർപ്പ സമ്മേളനത്തിന് 2023 വേദിയായ സ്ഥലം കുമരകം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള 2ാം ഷെർപ്പ സമ്മേളനത്തിന് 2023 വേദിയായ സ്ഥലം കുമരകം. 2024 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ചത് ജെനി എർപ്പൻബൈക്ക്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ബൈക്ക് കയറി വന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞത്. ജെനി എർപ്പൻബൈക്ക്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ജെനി എർപ്പൻബൈക്ക്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ പുരുഷതാരം നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ പുരുഷതാരമാരാണ്? നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിയത് ഏതെല്ലാം നഗരങ്ങൾക്ക് ബന്ധിപ്പിച്ചാണ് ഓടിയത്? ന്യൂഡൽഹി, വാരാണസി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിയത് ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ്? ന്യൂഡൽഹി, വാരാണസി. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ പുരുഷതാരം നൊവാക് ജോക്കോവിച്ച്. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ജെനി എർപ്പൻബൈക്ക്. ഇനി അടുത്തത് ഇടുക്കി, മലപ്പുറം LDCയിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഇന്ത്യ. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്തത് വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് സമ്പർക്ക ഗാന്ധിക്കും നിരീശ്വരനും. സമ്പർക്ക ഗാന്ധിക്കും മുഴക്കത്തിനുമാണ് ലഭിച്ചത്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇതിനൊക്കെയാണ്? സമ്പർക്ക ഗാന്ധി, മുഴക്കം. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ്.
നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗമാണ് വൈറസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ മിഷൻ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസാണ് ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. എന്താണ് വയോമിത്രം? വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനമാണ് വയോമിത്രം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 18ാമത്തെ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരി. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയുടെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള രാജാ ഭലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. ശരിയാണ്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. അതും ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. എല്ലാം ശരിയെന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ഇതിൻ്റെ എല്ലാം PDF നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.